ഒന്ന് വേഗം എടുക്ക്. ഇനിയും ഒരുപാടുണ്ട്, പെട്ടെന്നാട്ടടേ. ഇങ്ങനെ പോയാൽ ഞാൻ ലോറി വിളിക്കേണ്ടി വരും. വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് ഉറങ്ങിയാലോ? എന്താ കേട്ടില്ല? അല്ല, ഞാൻ പറയുമായിരുന്നു വെറുതെ ഉറങ്ങാതെ വേഗം ജോലി തീർക്കാമെന്ന്. ഉറുമ്പിൻ കൂട്ടം തിരക്ക് പിടിച്ച് തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വലിയ ശബ്ദം കേൾക്കാനിടയായി. എന്താ വലിയൊരു ശബ്ദം കേട്ടത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നേ. എനിക്ക് മാജിക് ഒന്നും അറിയില്ല, പോയി നോക്കാം. ഇരുവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു. വല്ല ചക്കയോ മാങ്ങയോ ആണേൽ ദാ അവിടെ വെറുതെ നിൽക്കുന്ന ഉറുമ്പാളുടെ തലയിൽ വെച്ചു കൊടുക്കാം. വേണ്ട, നോക്കിയേ. അയ്യോ, ഒരു പാവം തേനീച്ച ബോധം കെട്ട് കിടക്കുന്നു. നമുക്കിതിനെ കിന്നര വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിന് ബോധമുണ്ട്. എന്നാ ബോധം പോയിട്ട് കൊണ്ടുപോവാ. ഓ, ബോധം പോയി. വാ, നിന്റെ തലയിലേക്ക് ഞാനിതെടുത്ത് വെച്ച് തരാം. അത് വേണ്ട. എന്നാ ഒരുമിച്ച് പിടിക്കാം. നീ തല പിടിക്ക്, ഞാൻ കാല് പിടിക്കാം. അത് പറ്റില്ല. നീ കാല് പിടിക്കേ, ഞാൻ തലയിൽ പിടിക്കാം. നമ്മൾ ചെയ്യുന്ന നന്മകൾ എല്ലാവരും അറിഞ്ഞാ മതിയായിരുന്നു. ഇരുവരും കൂടി തേനീച്ചയെയും കൊണ്ട് വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതെല്ലാം മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു തുമ്പി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, പാവം തേനീച്ചയെ തലക്കടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോകുവാണല്ലേ. ശരിയാക്കി തരാം. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വരേണ്ടതല്ലോ. ആശാനെ, ആശാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓഹ്, എന്റെ ശിഷ്യ ഒന്നും പറയണ്ട. കരച്ചില് നിർത്താനേ കുറുമ്പി ആനയ്ക്ക് ഞാനൊരു മരുന്ന് കൊടുത്തു. എന്നിട്ട് കരച്ചില് നിന്നു. പക്ഷേ ഇപ്പൊ ചിരി നിൽക്കുന്നില്ല. എന്തായാലും കരച്ചില് നിന്നല്ലോ. ഓ, നിന്നു. ആശാനെ, ഒരു കോള് വരുന്നുണ്ട്. മഴക്കോളോ? ഈ ചൂട് കാലത്തോ? ആശാനെ, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ ശിഷ്യ. ആശാനെ നോക്കിയേ, അവർക്ക് നടന്നു വരാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി സഹായിക്കട്ടെ? വേണ്ട വേണ്ട, അവര് പതിയെ വന്നാ മതി. അതെന്താ ആശാനെ? എന്നാലല്ലേ ഞങ്ങൾ വൈദ്യന്മാരുടെ അന്താരാഷ്ട്ര ചോദ്യം ചോദിക്കാൻ പറ്റൂ. അതെന്ത് ചോദ്യം? എന്താ കൊണ്ടുവരാൻ വൈകിയത് എന്ന്. നീ ഒരു മണ്ടൻ തന്നെ. ആശാന്റെ കൂടെ കൂടിയതിന് ശേഷമാ. വൈദ്യരെ, ഒന്ന് നോക്കണം, ബോധമില്ല. എന്താ കൊണ്ടുവരാൻ വൈകിയത്? വീണപ്പോൾ ബോധമുണ്ടായിരുന്നു വൈദ്യരെ. പിന്നെ ബോധം പോകുന്നത് വരെ കാത്തിരുന്നു. വൈദ്യൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, നല്ല കഴിവുള്ള വൈദ്യനാണ്. അപ്പോഴേക്കും തേനീച്ച പട്ടാളം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയ്യോ, നോക്കിയേ, തേനീച്ചക്കൂട്ടം. നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. പിന്നെ എടുത്തോണ്ട് വന്നതാ അല്ലേ? തേനീച്ചക്കൂട്ടവും ഉറുമ്പും തമ്മിൽ ആകെ ബഹളമായി. കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം. എന്താ സംഭവം? ഓ, ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നമൊന്നുമല്ല, നിന്റെ ബോധം പോയതിനെ പറ്റിയുള്ള തല്ലാണ്. ഓ, അപ്പൊ ഞാൻ നടന്നതെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം തീർക്കണമായിരിക്കും. അതല്ലേ അതിന്റെ രീതി. അപ്പോ എന്റെ മണ്ടത്തരം എല്ലാരും അറിയില്ലേ? എന്നാലും നീ എല്ലാം പറയണം, അതാ രീതി. ശരി, എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഹായ്, എന്താ ശാന്തത? ചെറുതായി ഞാൻ നിലത്തൊന്ന് വീണു, അങ്ങനെയാ ബോധം പോയേ.
അയ്യോ, ഞാൻ പെട്ടു. നാട് വിടാം, അല്ലേ കള്ളം പറഞ്ഞതിന് എന്നെ അവരിടിച്ച് തേനെടുക്കും. കണ്ടോ, പറഞ്ഞത് കണ്ടോ? കണ്ടില്ല, പക്ഷെ പറഞ്ഞത് കേട്ടു. സത്യമറിയാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. തേനീച്ചയിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ തേനീച്ച പട്ടാളത്തിന് തങ്ങളുടെ എടുത്തുചാട്ടം തെറ്റായെന്ന് ബോധ്യമാവുകയും ഉറുമ്പുകളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. കുഞ്ഞിക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? ഓ, വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ, അയ്യോ, എന്റെ കാലേ! ജാട പച്ചയായ ജാട പുച്ചമാണ് പോട. കിട്ടു, കൊള്ളാലോ. രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല. പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ? ദാ കണ്ടോ, ഒരു വലിയ മുള്ള് എന്റെ കാലിൽ തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു. ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു, പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു. ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും. നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളു താ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്നൊന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല. തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും.
നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ? ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. ഏയ് അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല. എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന് ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. ഓ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു. ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. ഓ, സാരമില്ല. പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ. അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം. അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ അയ്യോ,
കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാൻ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. ഒരു പാവം കഴുത വളരെ വിഷമത്തിൽ കാട്ടിലൂടെ ഏറെ നേരമായി നടന്നു വരികയായിരുന്നു. എനിക്കും ബുദ്ധി വരും, ഞാനും ബുദ്ധി നേടും. നോക്കിക്കോ. പാവം കഴുത അങ്ങനെ ദുഃഖത്തോടെ നടന്നു വരുമ്പോ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു കുട്ടി സീബ്രയെ കാണാനിടയായി. ഏയ് കൂട്ടുകാരാ, ഒന്ന് എഴുന്നേറ്റേ. നല്ല ഉറക്കത്തിലായിരുന്നു കുട്ടി സീബ്ര. തന്നെ വിളിച്ചുണർത്തിയതിൽ കടുത്ത ദേഷ്യം തോന്നിയ സീബ്ര പക്ഷെ അതൊന്നും പ്രകടമാക്കാതെ പറഞ്ഞു, എന്താ ചങ്ങാതി, പറയൂ. അതെ കൂട്ടുകാരാ, ഞാൻ ഗ്രാമത്തിൽ നിന്നും വരുവാ. ഓ ആയിക്കോട്ടെ, വളരെ സന്തോഷം. അതല്ല ചങ്ങാതി. ഓ പിന്നെ എന്താണെന്നൊന്ന് പറ. അതെ ചങ്ങാതി, ഞാനൊരു ബുദ്ധിശാലിയാണ്. പക്ഷേ കുറച്ചുകൂടി ബുദ്ധി എനിക്ക് വേണം. അതിന് എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്ങനെ സഹായിക്കണം? എനിക്കാണേൽ നിങ്ങളുടെ അത്രയും ബുദ്ധിയൊന്നുമില്ല. അപ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കും? അതെനിക്കറിയാം ചങ്ങാതി. എനിക്ക് കാട്ടിലെ മികച്ച വൈദ്യനാരാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓഹോ, അതാണല്ലേ കാര്യം. അമ്പടാ, ഈ കാട്ടിൽ മിടുക്കനായ ഒരു വൈദ്യൻ മാത്രമേ ഉള്ളൂ. ആരാ അത്? കുറുക്കൻ വൈദ്യൻ. പേരുകേട്ട വൈദ്യനാ. ബുദ്ധി കൂടാനുള്ള മരുന്നൊക്കെ വൈദ്യന്റെ കയ്യിലുണ്ട്. സത്യമാണോ? അതെ. ഹോ, എന്തോരം മൃഗങ്ങളാ ബുദ്ധിയും വാങ്ങിക്കൊണ്ടുപോകുന്നത്. ദേ ആ വഴി പോയാ മതി, വൈദ്യന്റെ ഗുഹ കാണാം. ഒത്തിരി സന്തോഷം. ഓ ചെല്ല് ചെല്ല്. അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ ശല്യപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും. കുറുക്കൻ വൈദ്യൻ തന്റെ ഗുഹയോട് ചേർന്നുള്ള മരച്ചുവട്ടിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വൈദ്യന്റെ സഹായി കിട്ടൻ കരടി അവിടേക്ക് ചെല്ലുന്നത്. ആശാനിതെന്തു പറ്റി? ഒന്നും പറയണ്ടടോ, ഗുഹയുടെ പണി പകുതി ആയതേ ഉള്ളൂ. പുഴക്കരയിലെ ഉരുളൻ കല്ലുകൾ ഇനിയും കുറേ വേണ്ടി വരും. പണിക്കാണേ ആരും കിട്ടുന്നുമില്ല. ഞാൻ ആകെ വിഷമത്തിലാണ്. അതെന്തു പറ്റി ആശാനെ? പണി ചെയ്യുന്നവർക്ക് കൂലി വേണമെന്ന്. എന്തൊരു കഷ്ടമാണ്. നമസ്കാരം വൈദ്യരെ. ഓ അങ്ങനെ തന്നെ. താൻ ആ ചിന്നം കഴുതയുടെ കുട്ടിയല്ലേ, അടുത്ത കാട്ടിലെ? അയ്യോ അല്ല അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിനാ വന്നത്? വൈദ്യരെ കാണാൻ. കണ്ടോ, ഇപ്പൊ വെറുതെ കാണാൻ ഞാൻ നിന്ന് കൊടുക്കില്ല. പിന്നെ താൻ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദേ കണ്ടോ, എനിക്ക് നിറയെ ആരാധകരുണ്ടെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചോ? വൈദ്യരെ, എന്റെ ബുദ്ധി ഒന്ന് കൂട്ടണം, അതിനാ വന്നത്. ബുദ്ധി കൂട്ടാനോ? അതെ വൈദ്യരെ, മറ്റുള്ളവരെ പോലെ ബുദ്ധി ഉപയോഗിച്ച് എനിക്കും പ്രശസ്തനാകണം. ബുദ്ധി എത്ര കിലോ വേണ്ടി വരും? എത്രയാണേലും കുറയാതെ വേണം. അപ്പൊ തനിക്ക് ബുദ്ധി വേണം, അതും കിലോ കണക്കിന്. അതെ, പറ്റിയാൽ കുറച്ച് നൃത്തവും പാട്ടും കൂടി പഠിക്കണം. ഇവനെ കൊണ്ട് ഗുഹയുടെ പണി മുഴുവനും ചെയ്യിക്കാം. ശരി, കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം. ഓ താമസിക്കാം. ബുദ്ധി കൂടുവോ? കൂടും കൂടും. ഈ കരടിയെ കണ്ടോ, ബുദ്ധിരാക്ഷസനാ. അത്രയും ബുദ്ധി മതിയോ? മതി. എന്നാ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി ചെയ്തു തുടങ്ങിക്കോ. എല്ലാം ചികിത്സയുടെ ഭാഗമാണ്. അങ്ങനെ ബുദ്ധി കൂടാനായി എത്തിച്ചേർന്ന കഴുത കുറുക്കൻ വൈദ്യൻ പറയുന്നതനുസരിച്ച് ഓരോ ജോലികളും കൃത്യമായി ചെയ്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം
ഒരു വൈകുന്നേരം ഹാവോ, അങ്ങനെ എൻ്റെ ഗുഹയുടെ ജോലികളെല്ലാം ആ മണ്ടൻ കഴുത ഉണ്ടായോണ്ട് കഴിഞ്ഞു. ഇനി ഈ പരിസരം ഒന്ന് വൃത്തിയാക്കണം. ആശാനെ, അലറണ്ട, എനിക്ക് കേക്കാം. പറഞ്ഞോളൂ. ആ കഴുതയുടെ ബുദ്ധി ഇപ്പൊ എത്ര കൂടി? ഇപ്പോ പകുതി കൂടി. കുറച്ച് കാലം കൊണ്ട് മുഴുവൻ കൂടും. എന്നെക്കാൾ ബുദ്ധി വെക്കുമോ? ഏയ്, അങ്ങനെ ഞാൻ ചെയ്യുമോ? നീയല്ലേ ഈ കാട്ടിലെ ബുദ്ധിരാക്ഷസൻ. വേഗം ചെന്ന് തേനെടുക്ക്. ആ കഴുതയെ കൊണ്ടുപോയി കുറച്ച് തടിയും കൂടി കൊണ്ടുവാ. ശരി ആശാനെ. ഹോ, ഇങ്ങനെ കുറച്ച് മണ്ടന്മാരുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ല കരടിച്ചാട്ടാ, ഞാൻ വന്നിട്ട് കുറച്ചു കാലമായില്ലേ? ഇനിയും ഒത്തിരി ഞാൻ കാത്തിരിക്കണോ ബുദ്ധി വെക്കാൻ? പിന്നെ വേണം. നീ നടന്നോ, ഞാൻ തേനെടുത്തിട്ട് വരാം. ശരി അമ്മേ. ഇതൊക്കെയും മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു പഞ്ചവർണ്ണ തത്ത കാണുന്നുണ്ടായിരുന്നു. തത്ത പതിയെ കഴുതയുടെ അടുത്തേക്ക് പറന്നിറങ്ങി പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ കുറച്ചു കാലമായി കാണുന്നു. നിങ്ങൾ ഈ കാട്ടിലുള്ളതാണോ? ഏയ് അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിന്? കഴുതക്കുട്ടൻ താൻ കാട്ടിൽ വരുന്നതിനുള്ള കാരണം പഞ്ചവർണ്ണ തത്തയോട് വിശദമായി പറഞ്ഞുകൊടുത്തു. അത് കേട്ട് തത്ത ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നിങ്ങളൊരു മണ്ടൻ തന്നെ. എന്നെ മണ്ടൻ എന്ന് വിളിക്കരുത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനാകും കാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം. ഇതൊക്കെ ആ സൂത്രശാലി കുറുക്കൻ പറഞ്ഞതാവും അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആ കുറുക്കൻ ആളൊരു കള്ളനാണ്. സ്വന്തം കാര്യത്തിനാണ് കുറുക്കൻ നിങ്ങളെ ചികിത്സയെന്നൊക്കെ പറഞ്ഞു നിർത്തിയത്. അല്ല, കുറുക്കൻ വൈദ്യൻ ആളൊരു കേമനാണ്. കുറുക്കൻ ഒരു പിശുക്കനാണ്. കൂലി കൊടുക്കാതെ കുറുക്കൻ തന്റെ ഗുഹയുടെ ജോലികൾ തീർത്തു. കഷ്ടം തന്നെ നിന്റെ കാര്യം. നിങ്ങൾ നുണ പറയുകയാ. കാട്ടിലെ ബുദ്ധിജീവി കരടിച്ചേട്ടനാണ്. കരടിച്ചേട്ടനേക്കാൾ ബുദ്ധി വൈദ്യൻ എനിക്ക് വാങ്ങി തരും. എടാ മണ്ട, നിന്നെ കുറുക്കൻ പറ്റിച്ചതാ. ഞാൻ തെളിയിച്ചു തരാം. എന്റെ ഒപ്പം വാ. കഴുതയും തത്തയും കൂടി കരടിയുടെ അടുത്തേക്ക് നടന്നു. കരടി ചേട്ടാ, എന്താ തത്തപ്പെണ്ണേ? നിങ്ങൾ എങ്ങനെയാണ് വൈദ്യന്റെ കുടത്തിലേക്ക് ഈ തേനൊഴിക്കുന്നത്? ഇത് മുഴുവനും പുറത്തേക്ക് പോവില്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഈ കുടത്തിൽ നിന്നും ഞാൻ പതിയെ ആശാന്റെ വലിയ കുടത്തിലേക്ക് ഇതുപോലെ കമഴ്ത്തി അങ്ങ് ഒഴിക്കും. ഇപ്പൊ മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ എല്ലാം മനസ്സിലായി. ശരി കരടി ചേട്ടാ, നന്ദിയുണ്ട്. ആ, എന്നാ ശരി. മണ്ടന്മാരുടെ ഓരോരോ സംശയങ്ങളെ. ആ മണ്ടന് ഇതുവരെ തേൻ നിലത്ത് പോയതുപോലെ മനസ്സിലായില്ല. കണ്ടോ നീ? ശരിയാണ്. എന്നെ ആ കള്ളക്കുറുക്കൻ പറ്റിച്ചു. അത് സാരമില്ല. നീ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് പ്രശ്നം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നവരാണ്. അത് തന്നെയാണ് നിങ്ങളുടെ കഴിവ്. അതാദ്യം മനസ്സിലാക്കണം. ആ, എനിക്ക് മനസ്സിലായി. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. മിടുക്കൻ. ഓരോ ജീവിക്കും ഓരോ കഴിവുണ്ട്. പാടാൻ കുയിലുണ്ട്, ആടാൻ മയിലുണ്ട്, നീന്താൻ മീനുണ്ട്, അതുപോലെ പറക്കാൻ പക്ഷിയുണ്ട്. നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ വളർത്താനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. ശരി, ചെന്ന് കുറുക്കനോട് കൂലി വാങ്ങി വാ. ജോലി ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങിക്കണം. തത്തയുടെ വാക്കുകൾ കേട്ട കഴുത കുറുക്കന്റെ അടുത്തേക്ക് നടന്നു. ആശാനെ, ഞാനത് കുടത്തിലേക്ക് ഒഴിച്ചതാ. സത്യം. ഇനി നീ തേൻ കൊണ്ട് കളയുവോ? വൈദ്യരെ, വൈദ്യരെ, എന്താ കാര്യം? എനിക്ക് ബുദ്ധി വെച്ചു. ബുദ്ധിയോ? നിനക്കോ? അതെ. ഇല്ല, കുറച്ചു കാലം കൂടി കഴിഞ്ഞേ ബുദ്ധി വരൂ. അല്ല വൈദ്യരെ, എനിക്ക് ബുദ്ധി വെച്ചു. സംശയമുണ്ടോ? ഉണ്ട്. ശരി, ഞാൻ ഇതുവരെ പണി ചെയ്തതിന്റെ കൂലി എനിക്ക് തരണം. യവന് ശരിക്കും ബുദ്ധി വെച്ചല്ലോ. കൂലിയോ? എന്ത് കൂലി? അതെ,
കൂലി തന്നില്ലേൽ ഞാൻ സിംഹരാജന്റെ അടുത്ത് പരാതി കൊടുക്കും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യണ്ട, കൂലിയല്ലേ, ഞാൻ തരാം. അങ്ങനെ കൗശലക്കാരനായ കുറുക്കനിൽ നിന്നും കൂലിയും വാങ്ങി കഴുത അവിടെ നിന്നും ഇറങ്ങി. താൻ വലിയൊരു കെണിയിലായിരുന്നു ചെന്നുപെട്ടതെന്ന് തിരിച്ചറിഞ്ഞ കഴുത തന്റെ ജീവിതം പഠിപ്പിച്ച അറിവുകളുമായി പതിയെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴിയൊരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ, പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്ത് ചെയ്യും? അറിയില്ല മുയലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്തു വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായമൊക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രു ആമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ, അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേ ഉള്ളോ? എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ട,
നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ വാമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും, അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ, പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം, ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ കുഴപ്പമില്ല, നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു, ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു.